ഇന്നത്തെ ഒരു പപ്സിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഓവൺ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതല്ല, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. പപ്സിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറി നിൽക്കുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് വഴണ്ടിട്ടാൽ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പച്ചമുളക് അധികം എടുത്തതുകൊണ്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത്. കുട്ടികൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അവസാനമായി കുറച്ച് മല്ലിയിലൊക്കെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡോ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 കപ്പ് മൈദയിലേക്ക് ഒരു 1/4 കപ്പ് വനസ്പതി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് ഡാൽഡ. എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് നമ്മൾ ഡാൽഡ ചേർത്തത് കൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മളവിടെ മാറ്റി വെച്ച ശേഷം ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനിടയിൽ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ മുട്ട എടുത്തിട്ടുള്ളത് അതനുസരിച്ച് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഓരോ ബോൾസും ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായി പരത്തിയെടുക്കാം. അപ്പം വേവിച്ചെടുത്ത മുട്ട ഇതേപോലെ 4 പീസായിട്ട്, ഓരോ മുട്ടയും 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴറ്റിയെടുത്ത സവാളയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇനിയും കുറച്ചും കൂടി സ്പേസ് വേണമെന്നുള്ളവർക്ക് ഈ ഓരോ പീസും നമുക്ക് വീണ്ടും പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീതിയുള്ള ആ ഒരു ഭാഗം കുറച്ചും കൂടി ബാക്കിലേക്കായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ പരത്തുന്നില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത ഫില്ലിങ്ങും പിന്നെ ഓരോ പീസ് മുട്ടയും കൂടി വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ഇതേപോലെ മടക്കിയെടുക്കാം. അതിനുശേഷം ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഡാൽഡ ചേർത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒട്ടി നിൽക്കും. അപ്പോൾ മസാല പുറത്താവാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത പീസ് ഈ വീതിയുള്ള ഭാഗം നമുക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത എഗ്ഗും കൂടി വെച്ച് കൊടുത്ത ശേഷം 2 സൈഡും മടക്കിയെടുക്കാം. അതിനുശേഷം ഒന്ന് ചുറ്റിയിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ ആക്കിയെടുത്താൽ സംഭവം റെഡിയാണ്. ഇളകി വരുമൊന്നും ചെയ്യില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു റോള് പോലെ അങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇതിൻ്റെ പുറം കുറച്ചൊന്ന് വേവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് പോലെ വരും. നമ്മൾ പപ്സിനൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ബബിൾസ് വരും. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പപ്സ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഭാഗവും കുക്കാവുന്ന രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു മുട്ട വെച്ചിട്ട് 4 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഫ്താർ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ്. നല്ല ടേസ്റ്റാണ്. പപ്സിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഇപ്പം പള്ളിയിലേക്ക് എനിക്ക് കുറച്ച് സ്നാക്സ് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് കുറച്ചധികം എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നെന്ത് ഉണ്ടാക്കുന്ന ആലോചിച്ച് സമയം കളയണ്ട. ഇന്നത്തെ നോമ്പ് തുറക്കാൻ ഇത് തന്നെ ആയിക്കോട്ടെ. ഇഫ്താർ പാർട്ടിയിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക്